എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി. തൊഴിൽ രംഗത്ത് നിന്നും ആനുകൂല്യം ഉണ്ടാകും, ദാമ്പത്യം സുഖപ്രദമായിരിക്കും, ബന്ധുഗുണം ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വിദ്യാഗുണം ഉണ്ടാകും, താൽക്കാലികമായ ജോലി സ്ഥിരപ്പെടുത്തുവാൻ മേലുദ്യോഗസ്ഥൻ സഹായിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പണസംബന്ധമായ നിയമ നടപടികൾ ഉണ്ടാകും, കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ജാമ്യം നിൽക്കരുത്, അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങൾക്ക് സാധ്യത. അടുത്തത് മകയിരം നക്ഷത്രം. സഹായിച്ചവർ ശത്രുക്കളാകും, കലഹം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭൂമി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. അടുത്തത് തിരുവാതിര നക്ഷത്രം. ദേഷ്യം നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല, സ്ത്രീകൾ മൂലം ദുഃഖം ഉണ്ടാകും, ചിലവുകൾ ക്രമാതീതമായി വർദ്ധിക്കും. അടുത്തത് പുണർദം നക്ഷത്രം. കർമ്മരംഗത്ത് പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരും, ആശുപത്രിവാസം വേണ്ടിവരും, വിശ്വാസവഞ്ചന നേരിടും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിവാഹാദി കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും, ബന്ധുബലം വർദ്ധിക്കും, ധനനേട്ടം ഉണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സാഹിത്യകാരന്മാർക്ക് പുതിയ അവസരങ്ങളോ പുതിയ രചനയോ സംജാതമാകും. അടുത്തത് മകം നക്ഷത്രം. വാഹനസുഖം, യാത്രാഗുണം, വിദേശത്തു നിന്നും ശുഭകരമായ വാർത്തകൾ എന്നിവ കേൾക്കുവാൻ ഇടവരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ധനപരമായ ഉയർച്ചയുണ്ടാകും, വിദ്യാവിജയം ഉണ്ടാകും, ധനനേട്ടം ഉണ്ടാകും, വിദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കും, ശത്രുക്കളെ വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ബന്ധുഗുണം ഉണ്ടാകും, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും, സാമ്പത്തിക പ്രയാസങ്ങൾക്ക് കുറവ് വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും, സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും, കിട്ടാക്കടം പിരിഞ്ഞു കിട്ടും, പേരും പെരുമയും ഉണ്ടാകും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകും, സ്ത്രീകൾക്ക് ആഭരണ വസ്ത്രാദി ലാഭം ഉണ്ടാകും, മാതാപിതാക്കൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും, മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരും, രോഗാവസ്ഥകൾ വന്നു ചേരാം. അടുത്തത് വിശാഖം നക്ഷത്രം. വിഷമതകൾ ഉണ്ടാകും, അനാവശ്യമായ പണം ചിലവാകും, കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സംസാരം മുഖേന തൊഴിൽ സ്ഥാപനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, മറ്റുള്ളവർ ശത്രുതയോടുകൂടി പെരുമാറും, കുടുംബസ്ഥത്തിലുള്ള തർക്കം കോടതി വരെ നീളും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് സുരക്ഷിതത്വമില്ലായ്മയുണ്ടാകും, മുറിവോ ചതവോ പറ്റാം, ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത വേണം. അടുത്തത് മൂലം നക്ഷത്രമാണ്. ബന്ധുക്കൾ ശത്രുക്കളാകും, ദുരിതം ഉണ്ടാകും, യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച ഗുണം കിട്ടില്ല, ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടാം. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കൂടുതൽ കരുതൽ വേണം, നഷ്ടങ്ങളോ കഷ്ടതകളോ ഉണ്ടാകാം, അന്യരോട് കയർത്ത് സംസാരിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രം. വാഹനം ഉപയോഗിക്കുന്നവർ കരുതലോടെ ഇരിക്കുക, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ സംജാതമാകും, ധനനഷ്ടം ഉണ്ടാകും. അടുത്തത് തിരുവോണ നക്ഷത്രം. മനസ്സിലുദ്ദേശിച്ച സംഗതികൾ നേടിയെടുക്കുവാൻ എന്ത് മാർഗവും സ്വീകരിക്കും, സുഖക്കുറവ് അനുഭവത്തിൽ വരും. അടുത്തത് അവിട്ട നക്ഷത്രം. തൊഴിൽ രംഗത്തു നിന്നും ആനുകൂല്യങ്ങൾ ഉണ്ടാകും, ദാമ്പത്യം സുഖപ്രദമായിരിക്കും, ബന്ധുഗുണം ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രം. ജോലിയിൽ നഷ്ടം അനുഭവത്തിൽ വരാം, യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകും, വ്യവഹാരങ്ങളിൽ പരാജയഭീതി, ലോണുകളും മറ്റും പ്രതികൂലമാകാം. അടുത്തത് പൂരുരുട്ട നക്ഷത്രം. ഗൃഹം മോടി പിടിപ്പിക്കും, നാൽക്കാലി മുഖേന സാമ്പത്തിക നേട്ടം, ജോലി മാറ്റം അനുകൂലമായതിനാൽ സന്തോഷം ദൃശ്യമാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രം. ആത്മീയ ചിന്ത ഉണരും, ദാമ്പത്യത്തിൽ പുതിയ ഉന്മേഷം വരും, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ മാറും, സന്താനങ്ങൾക്ക് ജോലി സാധ്യത. അവസാനമായി രേവതി നക്ഷത്രം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും, സർക്കാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും, പ്രണയകാര്യങ്ങളിൽ സന്തോഷം, കർമ്മരംഗം ഉഷാറാകും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.